സാരമായിട്ടുള്ള പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നായിരുന്നു ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും അടക്കം വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ഇത്തരത്തിലൊരു തലയോരപ്പറമ്പ് സ്വദേശിയുടെ ഭാഗത്തു നിന്നും തന്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പരാതി ഉയർന്നിരുന്നു. പക്ഷേ ആ പരാതി ഒന്നും ഗൗരവപൂർണ്ണമായിട്ട് എടുക്കാനായിട്ട് അധികൃതർ തയ്യാറായിരുന്നില്ല. ആ പരാതി ഉണ്ടായതിനു ശേഷവും മാധ്യമങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിനോടക്കം ഈ കാര്യം ചോദിച്ചിരുന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ ഇല്ല എന്നുള്ളൊരു ലാഘവപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനുശേഷമാണ് ഈ ഹിറ്റാച്ചികൾ കൊണ്ടുവന്ന് കോൺക്രീറ്റ് പാളികൾ മാറ്റി നോക്കിയപ്പോഴാണ് ഇതിനടിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശരീരം കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. അപ്പോഴേക്കും ഏറെ സമയം പിന്നിട്ടിരുന്നു, 2 മണിക്കൂറിലധികം പിന്നിട്ടിരുന്നു. അവരുടെ ജീവൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിലേക്ക് വന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് ഭർത്താവും ബിന്ദുവും കൂട്ടിരിപ്പുകാരായിട്ട് ഇവിടെ എത്തിയിരുന്നതാണ്. കുളിക്കുന്നതിന് വേണ്ടി ഈ ആശുപത്രിയിലുള്ള ഈ ശുചിമുറിയിൽ കയറിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് നമ്മൾ കാണിച്ചിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ആ കുട്ടി തൻ്റെ അമ്മയുടെ മരണവിവരം ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു വാർത്ത. അവൾ അവിടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളൊരു കുട്ടിയാണ്, രോഗിയാണ്, അവിടെ കിടക്കുകയാണ്. ആ കുട്ടിയെ ചാണ്ടിയുമ്മൻ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സന്ദർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെയും ഈ ഘട്ടം വരെയും അവളുടെ അമ്മയുടെ മരണം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന, വേദനാപൂർവ്വം പറയാൻ സാധിക്കുന്ന ഒരു വസ്തുത. എന്തായാലും ഏറെ ദാരുണകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 11, 10, 14 വാർഡുകൾ ഉൾപ്പെടുന്ന ബ്ലോക്കിൻ്റെ ഈ ശുചിമുറി ഉൾപ്പെടുന്ന ഭാഗമാണ് ഇന്ന് രാവിലെ 10, 11 മണിയോടുകൂടി പൂർണ്ണമായിട്ടും തകർന്ന് നിലം പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ 100ഓളം രോഗികൾ ഈ തൊട്ടുചേർന്ന വാർഡിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ 3 വാർഡുകളിലായിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള രോഗികൾ ഉൾപ്പെടെയായിരുന്നു ആ വാർഡുകളിൽ ഉണ്ടായിരുന്നത്. ആ കെട്ടിടങ്ങൾ തകർന്ന് വീഴാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ആ കെട്ടിടം അവിടെ നിലനിൽക്കുന്നത്. ഈ അപകടം മുമ്പേ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം അത്രത്തോളം ദാരുണമാണ് അതിനുള്ളിലെ ദൃശ്യങ്ങൾ. അതൊക്കെ നമ്മൾ രാവിലെ തൊട്ട് കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ആ രോഗികൾക്കാർക്കും അപകടം സംഭവിക്കാതിരുന്നത് വലിയ ഭാഗ്യമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇവരെ മുഴുവൻ ആളുകളെയും മറ്റൊരു വാർഡിലേക്ക് രാവിലെ തന്നെ മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉയർന്ന മറ്റൊരു വസ്തുത, ഈ രോഗികളെ, അതായത് ഈ സമീപത്തുണ്ടായിരുന്ന വാർഡുകളെ മാറ്റിപ്പാർപ്പിച്ച രോഗികളെ അവരെ ഇപ്പോൾ അടിയന്തരമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പലരെയും നാട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് മടക്കി അയക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ എന്നുള്ളതാണ്. ആ രോഗികളുടെ പ്രതികരണം നമുക്ക് മുമ്പ് ലഭ്യമായിട്ടുണ്ടായിരുന്നു. 1 മാസം മുമ്പൊക്കെ ഇവിടെ എത്തി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ച് പൊക്കോളൂ അല്ലെങ്കിൽ ഡിസ്ചാർജ് നൽകി മടങ്ങി പൊക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞു വിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ നിന്നടക്കമുള്ള രോഗികളെയാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഡിസ്ചാർജ് നൽകി വിടുന്നത്. ഇതിനെതിരെ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ രോഗിയെ പോലും ഇവിടെ നിന്നും ചികിത്സ നൽകാതെ മടക്കിക്കൊണ്ടു പോകാൻ അനുവദിക്കില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കോൺക്രീറ്റ് പാളികൾ ഏറെക്കുറെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം കൂടി മാറ്റാനായിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടി തൽക്കാലം ഒരു ഇടവേള അവർ രക്ഷാപ്രവർത്തകർ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ബാക്കി സാധനങ്ങൾ കൂടി മാറ്റാനായിട്ട് ഇനിയും ഉണ്ട്. എന്തായാലും അതിനും ഇനിയും അല്പസമയം കൂടി എടുക്കും, മണിക്കൂറുകൾ കൂടി എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും